ഹലോ ഗൈസ്, ഒരുപാട് സൗത്ത് ഇന്ത്യൻ സിനിമകൾ ബോളിവുഡിലോട്ട് റീമേക്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബോളിവുഡ് സിനിമകൾ സൗത്ത് ഇന്ത്യയിലോട്ടും റീമേക്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 7 പോപ്പുലർ മലയാളം മൂവീസ് വിച്ച് വെയർ റീമെയ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഹോസ്റ്റൽ 2022 ഇറങ്ങിയ തമിഴ് സിനിമയാണിത്. ഇതിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് അശോക് സെൽവൻ, നാസർ, പ്രിയ എന്നിവരൊക്കെയാണ്. ഈ സിനിമയിലെ വിഷ്വൽസും ഫോട്ടോസും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഏത് മലയാള സിനിമയിലെ റീമേക്ക് ആണെന്നത്. അടി കപ്പിയാരെ കൂട്ടമണി 2015 ഇറങ്ങിയ ഒരു സിനിമയാണ്. അതിന്റെ റീമേക്ക് ആണ്. ധ്യാൻ ശ്രീനിവാസ്, അജു വർഗീസ്, നീരജ് മാധവ് എന്നിവരൊക്കെയാണ് പ്രധാനമായും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അക്കാലത്തെ വലിയൊരു ഹിറ്റായിരുന്നു ഈ ഒരു സിനിമ. അടുത്തത് ബാംഗ്ലൂർ നാട്കൽ ആൻഡ് യാരിയ 2. 2016 തമിഴ് സിനിമയാണ് ബാംഗ്ലൂർ നാട്കൽ. എന്നാൽ 2023 യാരിയ 2 റിലീസ് ആവുന്നത്. ബാംഗ്ലൂർ ഡേയ്സിന്റെ റീമേക്കാണ് രണ്ട് സിനിമയും. 2014 ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാൻ, നസ്രിയ നാസിം, ഫഹദ് ഫാസിൽ, നിവിൻ പോളി എന്നിവരാണ് പ്രധാനമായും ഈ സിനിമയിൽ അഭിനയിച്ചത്. ട്രാഫിക് 2016 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയാണ് ട്രാഫിക്. മനോജ് ബാജ്പേയിയും ജിമ്മി ഷെർഗിലാണ് പ്രധാനമായിട്ടും ഈ സിനിമയിൽ അഭിനയിച്ചത്. 2011 ഇറങ്ങിയ മലയാളം ചിത്രമാണ് ട്രാഫിക്. അതിന്റെ റീമേക്കാണ് ഈ സിനിമ. മലയാളം സിനിമയുടെ ഗതി തന്നെ മാറ്റിയ ഒരു സിനിമയായിരുന്നു ഇത്. അടുത്തത് കാവലാൻ ആൻഡ് ബോഡി ഗാർഡ്. 2011 തലപതി വിജയ് നായകനായി ഇറങ്ങിയ സിനിമയായിരുന്നു കാവലാൻ. ആൻഡ് 2011 തന്നെ സൽമാൻ ഖാൻ നായകനായി ഇറങ്ങിയ സിനിമയായിരുന്നു ബോഡി ഗാർഡ്. മലയാളത്തിന്റെ ബോഡി ഗാർഡ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു രണ്ട് സിനിമയും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും പിന്നെ ഫുൾ കോമഡിയും പിന്നെ ലാസ്റ്റ് ഇമോഷണലും ആവുന്ന ഒരു സിനിമയായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ബോഡി ഗാർഡ്. അടുത്തത് കുചേലൻ ആൻഡ് ബില്ലു. 2008 ഇറങ്ങിയ തമിഴ് സിനിമയായിരുന്നു കുചേലൻ. ആൻഡ് 2009 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയായിരുന്നു ബില്ലു. 2007 ഇറങ്ങിയ മലയാളം സിനിമ കഥ പറയുമ്പോളുടെ റീമേക്ക് ആയിരുന്നു രണ്ട് സിനിമയും. പലരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കഥ പറയുമ്പോൾ. തമിഴിൽ മമ്മൂട്ടിന്റെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് രജനീകാന്താണ്. ആൻഡ് ഹിന്ദിയിൽ അത് പ്ലേ ചെയ്തിരിക്കുന്നത് ഷാറുഖ് ഖാൻ ആയിരുന്നു. ഇതിലെ ക്ലൈമാക്സിലെ ഇമോഷണൽ സീനൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ചന്ദ്രമുഖി ആൻഡ് ബുൽബുലയ്യ. രജനീകാന്തിനെയും അക്ഷയ് കുമാറിനെയും ഓൾ ടൈം എവർഗ്രീൻ സിനിമയായിരുന്നു ഈ രണ്ട് സിനിമയും. ഇത് രണ്ടും മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ഇക്കാലത്തെയും എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഫാസിലാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തത്. ആൻഡ് മോഹൻലാലിന്റെ അഭിനയം ഒരു രക്ഷയില്ലായിരുന്നു. അടുത്തിടെ റീ റിലീസ് ചെയ്ത് വീണ്ടും ഹിറ്റായ ഒരു സിനിമയായിരുന്നു അത്. പാപനാസം ആൻഡ് ദൃശ്യം. 2015 ഇറങ്ങിയ തമിഴ് സിനിമയായിരുന്നു പാപനാസം. അതിലെ നായകൻ കമൽഹാസനായിരുന്നു. ആൻഡ് 2015 തന്നെ ഇറങ്ങിയ ഹിന്ദി സിനിമയായിരുന്നു ദൃശ്യം. അതിലെ നായകൻ അജയ് ദേവ്ഗനായിരുന്നു. 2013 ഇറങ്ങിയ ജിത്തു ജോസഫ് സിനിമ ദൃശ്യത്തിന്റെ റീമേക്ക് ആയിരുന്നു രണ്ടും. രണ്ട് സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് ദൃശ്യം പിന്നെ പറയാനില്ല, ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ദൃശ്യം 3 അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സോ ദാറ്റ്സ് എ റാപ്പ് ഗൈസ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഇഷ്ടമുള്ള സിനിമ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.